വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ അമ്മേൻ്റെ വീട്ടിലല്ലേ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ എണീച്ച് ജസ്റ്റ് ഒന്ന് മുഖം കഴുകി പൊട്ട ഇട്ടിട്ട് ഒന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ പല്ലേക്കണം, റെഡി ആകണം, കോളേജിൽ പോകണം. കോളേജിൽ നിന്ന് പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ തിരിച്ചു വരും. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, ഇതുവരെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഫുള്ള് കാണാം. അപ്പം ഞാൻ തലയെല്ലാം തേച്ച് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കാനുണ്ട്. എനിക്കിപ്പോൾ രാവിലെ എല്ലാം കോളേജിൽ പോകുമ്പോൾ അമ്മ വരുത്തരും. അതുകൊണ്ട് ചായ കുടിക്കുന്നതെല്ലാം എടുക്കാൻ പറ്റുമോ എന്നറിയില്ല, നോക്കാം. ബൈ. റെഡിയായി. പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു. 2 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ടിന്. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് റെഡിയാണെന്നൊന്ന് കാണിക്കാൻ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് പിന്നെ കമ്മലി മതി. നേരത്തെ കുറച്ച് വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട് എൻ്റെ മുഖം. കമ്മലി പിന്നെ എൻ്റെ പുതിയ ക്ലിപ്പ് ഞാൻ ഇന്നലെ വാങ്ങിയതാ. ഇപ്പോഴത്തെ ട്രെൻഡി ക്ലിപ്പ്. ഞാൻ കോളേജിൽ പോട്ടെ. ബൈ. നല്ല മഴയാണ് ഇത്രയും നേരം. ഇപ്പം എന്നാലും കുറച്ച് ചോർന്നിട്ടുണ്ട്. ഇപ്പം നല്ല മഴ വരുന്നതിന് മുന്നേ കോളേജിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, കമോൺ. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് ദൂരമുണ്ട്. മഴ വലിയ രീതിയിൽ പെയ്യുന്നില്ല, എന്നാലും ചെറിയ മഴയുണ്ട്. ഇനി ഞാൻ കോളേജിലെത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ഇതാണ് എൻ്റെ കോളേജിലേക്ക് പോകുന്ന വഴി. ഇവിടെ ഫുള്ള് കാടും മലകളും എല്ലാം താണ്ടി പോകുന്ന പോലെ. എനിക്ക് വളവ് എത്തുമ്പോൾ നമ്മൾ ചുരെല്ലാം കയറുമ്പോൾ ഹെയർ പിന്നെല്ലാം ഇറങ്ങൂലേ, അങ്ങനെ തോന്നും. അവിടെ ഒരു വളവുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വളവ്. വലിയ ഹെയർ പിന്നിൻ്റെ അത്ര വെള്ളമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇങ്ങനെ ഈ കോളേജിൽ എത്തി. ഇതാണ് എൻ്റെ കോളേജ്. കോളേജിൻ്റെ അവിടെയുള്ള വ്യൂ കണ്ടു. ഞാൻ സൈൻ ചെയ്യാൻ വന്നതാണ്. സൈൻ ചെയ്തു. മാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റി. ഇപ്പം ഞാൻ ലൈബ്രറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ക്യാമറ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള കുറച്ചൊരു പ്രശ്നമുണ്ട്, ശരിയാക്കാം. അപ്പം ഇതാണ് നമ്മൾ ലൈബ്രറി, ജനറൽ ലൈബ്രറി. അമ്മേ, ഉള്ളിലെത്തിയിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം. എനിക്കിവിടെ ട്രീറ്റ്മെൻറ്റ് റൂമിൻ്റെ ഉള്ളിൽ ഫോൺ എടുക്കാൻ കഴിയില്ല, പ്രാക്ടിക്കൽ. അപ്പം ഞാൻ വന്നപാട് തന്നെ രാവിലെ ട്രീറ്റ്മെൻറ്റ് റൂമിൽ കയറി ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ് പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ച് ലൈബ്രറിയിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് റൂമിൻ്റെ ഉള്ളിൽ ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ ലൈബ്രറി പോവാം. ഇവിടെ രജിസ്റ്റർ ഉണ്ട്, അതിൽ സൈൻ ചെയ്തിട്ട് വേണം ഉള്ളിൽ കയറാൻ. ലൈബ്രറീൻ്റെ ഉള്ളിൽ ഫുൾ സൈലൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്നൊന്നും പറയാൻ. കട്ടൻ ചായ കുടിക്കുന്ന പതിയാട്ടൻ, കട്ടൻ ചായ കുടിക്കുന്ന മാമൻ, ബ്രാൻഡി. അങ്ങനെ ഞാൻ കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. ഞാൻ വരുമ്പോൾ പച്ചക്കറി ബിരിയാണി ഞങ്ങൾ തിന്നിട്ടാണ് വന്നത്. വീഡിയോ എടുക്കാൻ മറന്നു, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലേ, അതുകൊണ്ട് ഇനി ചായ കുടിക്കാം. അമ്മ എനക്കില്ല കട്ടൻ ചായ? എനക്ക് കട്ടൻ ചായ എനക്കുണ്ട്. പിന്നെ എന്തെല്ലാം വിശേഷം? ഇത് എൻ്റെ അമ്മേൻ്റെ ഏച്ചീൻ്റെ മോനാണ്. കട്ടൻ ചായ ഞാൻ കുടിക്കൂല, പക്ഷെങ്കില് കുടിക്കൂല. പക്ഷെ ഇവിടെ പാല് പറഞ്ഞിട്ട് ചായ കുടിക്കൂല മാമ, അതുകൊണ്ട് ഇവിടെ പാൽ മേടിക്കൂല. മമ്മൂട്ടി ഇൻസ്റ്റാഗ്രാമില് കാലില്
കാലിന്റെ മേലെ കട്ടൻ ചായ വെച്ചിട്ട് ഫോട്ടോ അതും എടുത്തോണ്ട് ചെരുപ്പിട്ടിട്ട് അയച്ചു നമ്മളെ മാമൻ ചെരുപ്പിടാണ്ട് മാമൻ ഇതാ ചെരുപ്പിടാണ്ട് കട്ടൻ ചായ കാലിന്റെ മേലെ എടുത്ത്. നമുക്ക് ചായക്ക് കടി കിഴങ്ങ് പൊരിച്ചതും കോഴിക്കാലും പപ്സും ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. കിഴങ്ങ് പൊരിച്ച തിന്ന് ഇല്ലാലോ. ഒരു കിഴങ്ങ് പൊരിച്ചും കൂടി ഉണ്ടല്ലോ. അതാരെടുത്ത് 2 കിഴങ്ങ് പൊരിച്ചിട്ടല്ലോ. എടുത്ത് തീർന്ന് കുട്ടി. ആ അപ്പൊ പപ്സ് എടുക്കാം. കിഴങ്ങ് പൊരിച്ച തിന്നിന് ഇവരെല്ലാം തിന്ന്. ഞാൻ തിന്നുമ്പോ വീഡിയോ എടുക്കാൻ മറന്നേ. സത്യത്തിൽ ഇവക്ക് കൊടുക്കാൻ എന്ത് ആ കിഴങ്ങ് വെച്ച് തിന്നാൻ വേണ്ടി തിന്നത്. പക്ഷെ ഇവരെടുത്ത് തിന്നു. ഹായ് ഗൈസ്, എല്ലാം തിന്നത് എടുത്തിട്ടുണ്ട്. ഗൈസ് അറിയില്ല. മടുത്തോയി. ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും ഗൈസ് നോക്കില്ല. ഫ്രണ്ട്സും പറയില്ല. ആ ഹലോ മാത്രമേ. ഹലോ ഹലോ. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് കത്തി അടിച്ച് മാമിൻ്റെ ചളിയും കാട്ട് അങ്ങനെ സമയം പോയി. ഓ ബൾബ് അടിച്ച് പൊട്ടിക്ക് ഇങ്ങോട്ടേക്ക്. മാമന്റെ അതിസാഹസികമായ സാഹസ പ്രകടനം. സന്ധ്യക്ക് വിളക്ക് കത്തിച്ചു, വിളക്കെടുത്തു, വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ വൈകിട്ട് വിളക്കെല്ലാം കത്തിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നീನು എന്നാലും ഒന്നും കൂടെ പറയാൻ വെച്ച് വീഡിയോ എടുക്കാൻ മറന്നു. അതിൻ്റെ അടുക്ക് പിന്നെ കുറേ ക്ലിപ്സ് മിസ്സായിപ്പോയി. എൻ്റെ അടുത്ത് മരിച്ച പോലെ മറന്നുപോയി. ചിലപ്പോൾ നല്ല ഓർമ്മയുണ്ടാവും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ എൻ്റെ അടുത്ത് മറന്നുപോയി. ഇങ്ങനെ ഫുൾ ഡേയിൽ എടുക്കുമ്പോൾ എന്നോട് മറന്നു. നമ്മൾ ഡെയിലി അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ പിന്നെ കുറച്ച് സമയം ഇവിടെ കിടന്നു. കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു. പരിപാടീസ് എന്ന് പറയുമ്പോൾ ഫോണിൽ എഡിറ്റ് ഞാനൊരു ചലഞ്ച് വീഡിയോ എടുത്തിന്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കുറച്ച് സമയം ഇരുന്ന് എഡിറ്റ് ചെയ്ത്. എൻ്റെ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യലും വീഡിയോ എല്ലാം ആയതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യലും പരിപാടിയെല്ലാം ആയതുകൊണ്ട് ഈ ഫോണിൽ തന്നെയാണല്ലോ വീഡിയോ എടുക്കേണ്ടത്. അതുകൊണ്ട് വേറെ ഒന്നും നമുക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്ലിപ്സ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാറില്ല, നമുക്കുള്ളത് വെച്ചോണം പോലെ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. രാത്രിയത്തെ ഡിന്നർ കഴിക്കാൻ സമയമായി. എന്നെ കുറേ സമയം വിളിക്കുന്നു. അപ്പോൾ ഞാനും പോയി കഴിക്കട്ടെ. ബാ, നമുക്ക് ഒരുമിച്ച് പോച്ച് കഴിക്കാം. പുട്ടുണ്ട്. അപ്പൊ രാത്രി പത്തനും ചിക്കൻ കറി. ഇതെല്ലാം ഞാൻ തിന്നൂലോ. അത് ഞാനില്ലേ മാമ വീഡിയോന്റെ ഫ്ലോയിലാണ് എടുക്കുന്ന. സോറി, ഞാൻ ഇത്ര കയ്യിലെ പത്തലൊന്നും തിന്നൂല. എന്നാലും ഒരു പത്തലും കൂടെ ചോറ് തിന്നൂല. ഇപ്പൊ പത്തല് തിന്നാ. പത്തൽ മാത്രല്ല, പത്തലും ചിക്കനും. അങ്ങനെ നമ്മളെ ഇന്നത്തെ ഡിന്നർ പത്തലും ചിക്കനും. എനിക്ക് ഉച്ചക്ക് ഇടുന്നല്ലേ ഇതിന് ഫുഡ്. ഉച്ചക്ക് എനിക്ക് വെജിറ്റബിൾ ബിരിയാണി. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, മറന്നുപോയി. മറ്റേ പത്തലല്ലേ ഉണ്ടാവും, അരിപ്പത്തല്. ഹലോ. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ ചെയ്യാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ക്ലിപ്സ് എടുക്കാൻ പറഞ്ഞു. അപ്പം നേരത്തെ ആ ഒരു കുറച്ച് ക്ലിപ്സിൽ നമ്മൾ ഇവിടെ ഉണ്ടായൊരു പപ്പായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ച് മുറിക്കുന്ന കുറച്ച് സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പായ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ തിന്നേണ്ട ഒരു ആവശ്യത്തില്ല എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് കഴിച്ച് പിന്നെ ചെറിയ കഷ്ണം മുഖത്തൊന്ന് ജസ്റ്റ് ഒന്ന്
ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. നമുക്ക് മുഖത്ത് എന്തെങ്കിലും ചെയ്യണം തോന്നിയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് കമ്മലെല്ലാം കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നെ കാണണം, ഇങ്ങനെ ഒന്നും കാണില്ല, കുറച്ച് പൊന്തിക്കാം. പപ്പായ മുഖത്തേക്കാം. എനിക്കിവിടെ ഫോണ് വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല എവിടെയും. ഞാൻ ഫോൺ വെക്കാൻ സ്ഥലമുണ്ട്, പക്ഷേങ്കിൽ എൻ്റെ മുഖവും കാണൂല, ഒന്നും കാണില്ല. എൻ്റെ ഒരു ഹൈറ്റിന് പറ്റിയ ഫോൺ വെക്കാൻ പറ്റിയ സാധനം ഇവിടെ ഇല്ല. ഈ ഒരു വാഷ് ബേസിന് ഏരിയ എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പപ്പായ നിങ്ങൾ ഈ കഷ്ണം കണ്ടിട്ട് വിചാരിക്കുമോ ഇവളെന്തൊരു പിശിക്കാൻ, മേ ബി ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും. എനിക്ക് പപ്പായ കണ്ടാൽ അത് കഴിക്കുകയും വേണം, പക്ഷെ മുഖത്ത് പരട്ടുകയും വേണം. അപ്പം മുഖത്ത് പരട്ടാൻ പിന്നെ കുറച്ചല്ലേ വേണ്ടത്, അതൊന്നും ചെറിയ പീസ് വെക്കാൻ. ചിലപ്പോൾ വലിയ കാര്യത്തിൽ വലിയ കഷ്ണമെല്ലാം വെച്ചിട്ട് വെറുതെ ചാടും. അപ്പം ഞാൻ വിചാരിക്കും, ഓ വെറുതെ ചാടി കഴിച്ചാൽ മതിയും, പിന്നെ മുഖത്തരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെറിയൊരു പീസ് വെക്കും. ഇതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ജ്യൂസ് എന്ന് പറയാൻ എനിക്കറിയില്ല, ഇതിൻ്റെ മറ്റേ ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാക്റ്റ് പുറത്ത് വരും. അപ്പം നമുക്ക് അത് തന്നെ എൻ്റെ ഫേസിന് അത്ര തന്നെ ധാരാളം, ഇത് തന്നെ കൂടുതലാണ്. ചില ദിവസങ്ങളിൽ എൻ്റെ മുൻ ഫുള്ള് നല്ല ക്ലിയർ ആയിരിക്കും. ഞാൻ ഫേസിൽ വാഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ എൻ്റെ അടുത്ത് എൻ്റെ സ്കിൻ എന്തൊരു ക്ലിയർ ആണെന്നെല്ലാം തോന്നും. ചില ദിവസം ഉണ്ടാവും എന്തെങ്കിലും എല്ലാം കടിച്ചിട്ടോ അല്ലെങ്കിൽ ചൊറിഞ്ഞിട്ടോ എല്ലാം പൊന്തി വന്നിട്ട് ഇതെല്ലാം ഓക്കെ. പക്ഷെ ഇവിടെ ഒരു കുരുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ വലിയ കുരുവല്ല, അത് ചെറിയൊരു അതിൻ്റെ ഉള്ളിലൊരു ആണി പോലത്തെ സംഭവം അങ്ങോട്ട് വരുന്നുണ്ട്, ഇത് ബ്ലാക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞ് ഞാൻ മുക്കെല്ലാം കഴുകി ഞാൻ കിടക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു എൻ്റെ വീട്ടിലായാലും വീഡിയോ ആയി കഴിഞ്ഞാലും എല്ലാം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും എല്ലാം കാര്യമായിട്ടുണ്ടാവും. എന്നൊന്നും പിന്നെ മഴയെല്ലാം ആയതുകൊണ്ട് പിന്നെ പുറത്തൊന്നും എവിടെയും പോകാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ വീഡിയോ ഒക്കെ ഉള്ള സംഭവങ്ങളാണെങ്കിൽ കുറേ എൻ്റെ അടുത്ത് എടുക്കാനും മിസ്സായിപ്പോയി. ഫുഡ് കഴിക്കുന്നത്, പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ ഫുഡ് കഴിക്കുന്നത്, പിന്നെ വൈകിട്ട് ഏട്ടൻ വന്നേരമുള്ള പപ്പായ മുറിക്കാൻ പോയതും പറിക്കാൻ പോയതും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെയും വിളക്കത്തിക്കുന്ന സന്ധ്യക്ക് വിളക്കത്തിച്ചേരുള്ളത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം എൻ്റെ അടുത്ത് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അങ്ങനെ കുറേ ഭാഗങ്ങളും കിട്ടിയിട്ടില്ല. എന്നാലും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാനിനി പോയി കിടന്നിറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.